അമ്മ ഞാൻ ഉണ്ടല്ലോ തിരുവാതിര കളിച്ച് ഇങ്ങോട്ട് സ്റ്റേജിൽ ഇറങ്ങിയപ്പം എന്റെ ദൈവമേ പിള്ളേരൊക്കെ അങ്ങോട്ട് കൈ അടിച്ചു ഭയങ്കര ബഹളമായിരുന്നു അമ്മ. എന്നിട്ട് എന്തോ കിട്ടില്ലോ ആയിരുന്നു. ഈ മക്കളെ തിരുവാതിരക്ക് ഇപ്പോഴും ഫാൻസ് ഒക്കെ ഉണ്ടോ? പണ്ടത്തെ കലാരൂപല്ലേ അതൊക്കെ? ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് മറ്റേ BTS സോങ് ഇട്ടാണ് തിരുവാതിര കളിച്ചത്. അച്ഛാ ഇത് കൊറിയൻ ഉള്ള ഒരു ബാൻഡാണ് BTS. അവരുടെ സോങ് ഇട്ടാണ് ഞാൻ തിരുവാതിര കളിച്ചത്. കൊറിയൻ പാട്ടിട്ട് തിരുവാതിര കളി അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണത്. അല്ലെ മക്കളെ, ഈ നമ്മുടെ നാടൻ ശൈലിയിലെ ഈ മലയാളി മങ്ക അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ തന്നെയായിരുന്നു ഫസ്റ്റ് നിനക്കാ ഫസ്റ്റ് എന്നല്ല, എനിക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത്. പക്ഷെ ജഡ്ജസിന് ഈഗോ അടിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ഒന്നില്ല. ഈഗോ? അതിന് അവർക്ക് എന്തിനു നിന്നോട് ഈഗോ? എന്റെ പൊന്നച്ചാ, അവരെ കാട്ടി സൗന്ദര്യമുള്ള ഒരു കണ്ടസ്റ്റന്റ് സ്റ്റേജിൽ നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും ഈഗോ വരുമല്ലോ അല്ലേ? ശരിയാണ് ശരിയാണ്. ഈ സൗന്ദര്യമുള്ള പിള്ളേരുടെ അടുത്ത് എല്ലാവർക്കും ഭയങ്കര അസൂയാണ്, ഭയങ്കര ഈഗോ വരും അല്ലേ മക്കളെ? അല്ല, അയ്യോ തള്ളി മറിച്ച് എവിടം വരെ കൊണ്ടുപോയെന്ന് നോക്കണേ. അതെ, തിരുവാതിരക്ക് എല്ലാം കൂടെ കൂവി തോപ്പിച്ചെന്ന് അറിഞ്ഞ് പെങ്കി പറഞ്ഞു. അയ്യേ അതവള് ചുമ്മാ അയ്യേ പിള്ളേരെല്ലാം കൂടെ നിങ്ങളെ കൂവി തോപ്പിച്ചില്ലേ? വെറുതെ വെറുതെന്നാ എല്ലാരും കൂടെ അവസാനം തലയിൽ കൂടെ തുണി കൊടുത്തോണ്ട് ഓടിക്കുന്നു പറഞ്ഞിട്ട് മുണ്ടിട്ടുണ്ട്. തന്നെ മക്കളെ, നമ്മളിതൊക്കെ അറിഞ്ഞു. അവളപ്പൊ ഇങ്ങനെയൊക്കെ കള്ളത്തരം നിങ്ങളടുത്ത് പറഞ്ഞല്ലേ? കള്ളത്തരം അല്ലേ? അപ്പൊ ഒന്നും സംഭവിച്ചില്ല. ഇല്ല, ഞാൻ ചോദിക്കട്ടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ മണി. ഇതിപ്പോ അടിയാവുന്നാണ് തോന്നുന്നത്. എത്ര നേരം ഞങ്ങളെ തള്ളു കേട്ടോണ്ടിരിക്കും. പോവാൻ ചെയ്യാ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പം പാട്ടിനും ഡാൻസിനും എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. ഭഗവാനെ, 10 ഗുണം 10 ഗുണം ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അച്ഛനും മക്കളും കൂടെ ഇങ്ങനെ തുടങ്ങി എന്തോന്നേ. അല്ലെങ്കിൽ തന്നെ പുട്ടാണ് ആവശ്യത്തേക്ക് ഞാൻ തള്ളുണ്ട്. ഇനി നിങ്ങളുടെ വകം കൂടെ വേണ്ട കേട്ടാ. അയ്യോ ഇത് തള്ളല്ല മണി, ഉള്ളതാണ്. ഇന്ന് പുട്ടാണല്ലേ? പുട്ടല്ല, ദോശയാണത്. നിന്റെ ഒരു തമാശ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈ എഴുകാതെ വന്ന് എടുത്തിട്ടുണ്ട് ഞാൻ അടിയിട്ടു. ചൂടാവും രാവിലെ. അല്ല പുട്ട് ചൂടെന്ന് ആവി പറക്കുന്നു. ഇറങ്ങി എടി, ഞാൻ കോളേജിൽ തിരുവാതിര കളിച്ച് 8 നില പൊട്ടിയായിരുന്നു. നീ അമ്മ എടുത്ത് പറഞ്ഞു കൊടുത്താടി? പറഞ്ഞു. പറയാൻ എടി അതൊക്കെ നാട്ടുപാട്ടല്ലേ? നാട്ടുപാട്ട് BTS സോങ് ഇട്ട് തിരുവാതിര കളിച്ചിട്ട് ആ സോങ് കണ്ട് പിള്ളേരെല്ലാം കൂവി വിളിച്ചതേ അതിപ്പോ നാട്ടിപ്പാട്ടാണ് കേട്ടാ. അത് പിന്നെ അങ്ങനെ കൂവി വിളിച്ചൊന്നുമല്ല. ഞാൻ കളിച്ചപ്പോഴേക്കും 1 or 2 സ്റ്റെപ്പ് തെറ്റിപ്പോയി. അപ്പൊ ഫ്രണ്ട് ഇരുന്ന 3 പേര് ചെറുതായിട്ടൊന്ന് കൂ എന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. കൂ എന്നേ വിളിച്ചോളാം. അപ്പൊ എത്ര പേര് വിളിച്ചെന്ന് കണ്ടല്ലോ? 2-3 പേരൊന്നും അല്ല, ഞാൻ വീഡിയോ കണ്ടല്ലേ. അവിടെ നിന്ന് മൊത്തം പിള്ളേർ പോകണേ. എടി അതിപ്പോ വൈറലാണ്, അതറിയോ? പിന്നെ കാണാത്തവർക്ക് കൂടി ഞാൻ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓഹോ, അപ്പം ആ വീഡിയോ വൈറലായി അല്ലേ? കുഴപ്പമില്ല, ഇനി ഞാൻ അതിൽ പിടിച്ചു കയറും. ഞാൻ മിനിമം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവും. അപ്പോഴാ കേട്ടാ? അയ്യേ, നിനക്കൊരു ഉളുപ്പില്ലേടി? എനിക്ക് ഉളുപ്പില്ലടി കേട്ടാ. അപ്പു, ആസനത്തിൽ ആല് മുളച്ചാലേ അതും തണലായി കൊണ്ട് നടക്കുന്നവരുണ്ട്. തന്നെ മകളെ തന്നെ, അതിലൊരു ചൈച്ചാണ് പോയത്. അയ്യോ, ആകെ മൊത്തം തിരുവാതിര നാണം കെട്ട് നാറി. നാട്ടാരെ മുമ്പിൽ നാണം കെട്ട പോട്ട്, വീട്ടുകാരെ മുമ്പിലും നാണം കെട്ടു. അത് അറിഞ്ഞു ഒറ്റൊരുത്തിക്കാരൻ. അവളെങ്ങനെ വിട്ടാ പറ്റൂല. മക്കളെ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചുമ്മാ ഇവിടെ ഒന്ന് ഇരുന്നങ്ങ് പോയത്. അതെ, അച്ഛൻ മോളുടെ വീഡിയോ കണ്ടു കേട്ടോ. ഏത് വീഡിയോ? ആ ഡാൻസിന്റെ വീഡിയോ. നാട്ടുകാരെല്ലാം കൂടെ കൂവി കളിയാക്കി നിന്നെ ഇറക്കി വിട്ടില്ലേ? കണ്ട് തന്നെ കൊള്ളാം. പിന്നെ നമ്മളൊരു കാര്യം പറയട്ടോ, ഈ ആൾക്കാർ കളിയാക്കി എന്ന് പറഞ്ഞ കാര്യമൊന്നും ആക്കണ്ട. ഈ കൂവി ഇങ്ങനെ ഇറക്കി വിടില്ലേ, ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട് എടുക്കണം. ഞാൻ പ്രചോദനമായിട്ട് എടുത്തിട്ടുള്ളൂ. അതാണ് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. അങ്ങനെ എടുത്തിട്ടുള്ളവർ മാത്രമേ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു തമാശ അല്ലേ? തമാശ.
അല്ല അച്ഛൻ ആരാ വീഡിയോ കാണിച്ചത്? റിങ്കി സ്വാഭാവികം. എന്ത്? ഇല്ല. മോള് മുഖം കണ്ട അറിയാം ചമ്മി നാറി ഇരിക്കുകയാണെന്ന്. പിന്നെ ഇത്തവണ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു അടുത്ത വർഷം മത്സരിക്കാതിരിക്കല്ലേ. മത്സരിക്കണം. ഞാൻ മത്സരിക്കും, ഗപ്പും പഠിക്കും. അതാണ്, അങ്ങനെ വേണം. അവര് മത്സരിപ്പിച്ച അല്ല, മത്സരിക്കും, ഗപ്പ് പഠിക്കും. ഒരു കാര്യം മോൾ ഇവിടെ ഇരുന്ന് ആലോചിച്ചിരി അച്ചാവത്തോട്ട് പോട്ടെ. ശരി അച്ഛാ. കൂതറങ്ങി ശരിയാക്കി തരാടി, ശരിയാക്കി തരാം. സുഷ്ടം.